നമ്മൾ പച്ചക്കറി നട്ടിട്ട് ഇന്നേക്ക് ഏകദേശം 1 മാസമായിട്ടാ. നമ്മൾ വെണ്ടയും പയറും ചീരയാണ് നട്ടിരുന്നത്. ഇടയിലൊക്കെ മയിൽ കൊത്തിയിട്ട് പോയി. അപ്പോൾ അവിടെയൊക്കെ സ്വീറ്റ് കോണും അതേപോലെ ചെറിയ മുളകിൻ്റെ തൈകളൊക്കെ ഇടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയിൽ ഈ ചാലിലുള്ള കളകളൊക്കെ നമ്മൾ പറക്കിയാണ് ചെയ്തിട്ട്, പറക്കി അല്ലെങ്കിൽ ചെത്തി ഉറച്ചിട്ടാണ് കളയണത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെർബിസൈഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് സ്പ്രേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കളകളൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മളിവിടെ പരമാവധി ആ വിഷം ഉപയോഗിക്കാറില്ല. കാരണം നമ്മൾ തന്നെ അവസാനം അത് ഓരായിട്ട് വരികയും നമ്മുടെ കിണറ്റിലെത്തുകയും മണ്ണിൽ കൂടെ വന്നിട്ട് കിണറ്റിൽ വരികയും നമ്മൾ തന്നെ അത് കൺസ്യൂം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇതാകണ്ട. ഈ ഭാഗത്തൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇടയിൽ ചാല് ചെത്തി വൃത്തിയാക്കണം കേട്ടോ, കളകളൊക്കെ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ നമ്മളത് ക്ലിയർ ചെയ്യണം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഇത്തരം ചെറിയ ചെറിയ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വിഷം പരമാവധി ഉപയോഗിക്കാതിരിക്കുക. പരമാവധി നമ്മൾ തന്നെയാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള വിഷരഹിതമായ അല്ലെങ്കിൽ രാസ കീടനാശിനികളോ പരമാവധി ഉപയോഗിക്കാതിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ ഫോക്കസ് ചെയ്യണത് കേട്ടോ. പയറൊക്കെ നല്ല അത്യാവശ്യം നല്ല ഗ്രോത്തിൽ 1 മാസത്തെ വളർച്ച കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഒരു രാസ കീടനാശിനി പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ വേപ്പെണ്ണ നീം ബേസ്ഡ് ആയിട്ടുള്ള ജൈവ കീടനാശിനികളും അതേപോലെ സ്യൂഡോമോണസും ആഴ്ചയിൽ 2 പ്രാവശ്യം മാറിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ നല്ല കറക്റ്റ് ആ ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ വളപ്രയോഗങ്ങളും അതേപോലെ കീടങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണത്. അപ്പോൾ ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ നമ്മൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മൾ മുന്നേ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അത് നമുക്ക് തന്നെ കാണാം, ചെറിയ രീതിയിൽ ഇതേ കീടങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വേറൊരു സൂത്രപ്പണി നമ്മൾ ഒപ്പിച്ചിരിക്കുന്നത്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അറിയില്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. അതേപോലെ നമ്മൾ ചാക്കുകൾ നമ്മൾ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഡമ്മി പോലെ ഒരാൾ നിൽക്കുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം കൃഷി ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്. പന്നി, മയിൽ അതേപോലെയുള്ള പ്രശ്നക്കാർ വരാതിരിക്കുക, ഒരു പരിധി വരെ തട കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെക്കണത് കേട്ടോ. അതിൻ്റെ പിന്നിൽ എത്രത്തോളം ശാസ്ത്രീയത ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. പരമാവധി നമ്മൾ ഇതേപോലെ കണ്ണെത്താവുന്ന രീതിയിൽ ഓരോ ചെടിയിലും പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇത് കണ്ട് ഇതുപോലെയുള്ള ഇലകളൊക്കെ നമ്മൾ പറിച്ച് കളയാണ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ല പുഴു ഉണ്ടായിരിക്കും. ഞാനത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ചുരുണ്ട് നിൽക്കണ ഇലയൊക്കെ ശരിക്കും ഇങ്ങനെ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല പുഴുക്കുട്ടന്മാരിക്കുന്നുണ്ട് കാണുക കേട്ടോ. അതേ കണ്ട, ഇത് ചെറിയ പുഴുവാണ്, ജസ്റ്റ് ദശ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ പുഴുക്കളേനൊക്കെ എടുത്ത് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനുള്ള ഒരു സംവിധാനം ചെയ്യണം കേട്ടോ. ചില പുഴുക്കൾക്കൊന്നും വേപ്പെണ്ണയൊന്നും ഏശില്ല. അപ്പോൾ നമ്മുടെ കണ്ണെത്താവുന്ന രീതിയിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത്തരം ഇല ചുരുട്ടി പുഴുക്കളെ നശിപ്പിച്ച് കളയാണ് ചെയ്യാറ് കേട്ടോ. നമ്മുടെ ഇവിടെ മയിലിൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെയുള്ള ചില ഗ്യാപ്പുകൾ കാണുന്നത്. ഒന്ന് വളർന്ന് വലുതായി വരുമ്പോഴേക്കും അതിൻ്റെ നടു കൊത്തി വെട്ടിക്കളയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ വേറെ വിത്ത് പാകി വളർത്തിയിട്ട് അതിൻ്റെ തൈകൾ കൊടുന്ന് നടണം. എന്നാലാണ് ഇതിൻ്റെ ഒപ്പമൊക്കെ ഏകദേശം ആവുള്ളൂ. അപ്പോൾ അങ്ങനെ മയിൽ കൊത്തി കളഞ്ഞ വെണ്ടയുടെ ഇടയിലൊക്കെ നമ്മൾ ഇതേപോലെ മിളക് തൈകളും അതേപോലെ തന്നെ ചില സ്വീറ്റ് കോണിൻ്റെ തൈകളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് പരമാവധി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വെണ്ടയുടെ ഇടയിൽ മറ്റുള്ള വിളകളും കൂടി കൂടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെണ്ടയൊക്കെ ഏകദേശം 30-35 ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇതേപോലെ നന്നായിട്ട് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഈ മുട്ടൊക്കെ ഏകദേശം ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ നല്ല ചള്ള് വെണ്ടക്കായായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. കൃഷിപ്പണിക്ക് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ പിള്ളേർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ അവർക്ക് പറ്റണ സഹായങ്ങളൊക്കെ കളിയും പണിയൊക്കെ ആയിട്ട് അവർ നടത്തി തരുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അതായത് ഇത് കണ്ട നല്ല അടിപൊളി വ്ളാത്താങ്കര ചീരയാണ് കേട്ടോ. നല്ല സൈസിൽ നല്ല തഴച്ച് വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പശുക്കൾക്കാണ് കേട്ടോ. അതായത് അവരുടെ ഗോമൂത്രമാണ് നമ്മൾ 10 ഇരട്ടി വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മൾ 4 ദിവസം കൂടുമ്പോൾ ഇടവിട്ട് കടക്കിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ശരിക്കും അത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. നല്ല തഴച്ച് നല്ല ഇലയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഒരു കേടില്ലാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചീര കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക്.
അതുപോലെ നമ്മൾ ഈ ചീര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ കീടനാശിനി പോലും പ്രത്യേകിച്ച് ഇതിൽ തെളിച്ചിട്ടില്ല കേട്ടോ. ഒരൊറ്റ കോഴ്സ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് കാന്താരിയും ഗോമൂത്രം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു തെളിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഒട്ടുമിക്ക പുഴുക്കേടും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ പുഴുക്കേട് ജസ്റ്റ് ഇതേപോലെ ഇല കാണുകയാണെങ്കിൽ നമ്മളത് പറിച്ച് കളയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ണിനും മനസ്സിനൊക്കെ സന്തോഷം പകരുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വേറൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.